ഗേസ് അപ്പം ഇന്ന് നമുക്ക് മല്ലു ഫാമിലിയിൽ നിതിൻ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയിട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാം എന്ന് കരുതി. പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഓരോ റീൽസുകളും കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ പോസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണല്ലോ എല്ലാത്തിനും തുടക്കം. അത് ഓട്ടോറിക്ഷക്കാരനായിട്ട് ഇരുന്ന് എന്നെ ഇവിടേക്ക് എത്തിച്ചത് ഈ ഒരു മല്ലു ഫാമിലി എന്നുള്ള ഈ ഒരു ചാനലിൽ നിന്നാണ്. നിതിന് വന്ന വഴി മറന്നിട്ടില്ല. ഒരു ഓട്ടോറിക്ഷക്കാരനായ നിതിൻ മല്ലു ഫാമിലി എന്നുള്ള ഈ ഒരു ചാനലിലുകൊണ്ടാണ് ഈ ഒരു ലെവലിലെത്തിയത്. അതൊരിക്കലും നിതിൻ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഇതിലിടുന്നത്. വേറെയും ചാനലുണ്ട് എന്നാണ് നിതിൻ പറഞ്ഞത്. ആ ചാനലിലൊന്നും ഇപ്പം വീഡിയോസ് ഇടാറില്ല എന്നാണ് നിതിൻ പറഞ്ഞത്. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ ഞങ്ങൾ 2 പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇദ്ദേഹം പിരിയാന്നുള്ള ഇത് പറഞ്ഞത്. റിയലാണോ എന്ന് ഒന്നും അറിയില്ല. എങ്കിലും ഇയാൾ നല്ല കാര്യങ്ങൾ മാത്രമേ ഇയാളെ വൈഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് പൊതുവെ എല്ലാവരും അതിൻ്റെ കുറ്റവും കുറവും ഇതൊക്കെയാണ് കണ്ടുപിടിക്കാറ്. ഇദ്ദേഹം പറഞ്ഞത് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഭയങ്കര ഒരു സങ്കടം പോലെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തല്ലി, ഭർത്താവ് ഭാര്യ കൊന്നു, ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു, അമ്മായിമ്മ തച്ചു, അമ്മൂസാക്ക തച്ചു, പ്രശ്നങ്ങൾ, കേസ്, കോടതി, വഴക്കുകൾ, ഒരുപാട് അങ്ങനെ കൊന്നു ഇതാക്കി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ വിവരമുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇതിൽ ഏറ്റവും ഒരു പോയിന്റ് കിടക്കുന്നത് കുട്ടികളെ കാര്യമാണ്. കുട്ടികളെ കാര്യം ഓർത്തിട്ടാണ് ഇദ്ദേഹത്തിന് ടെൻഷൻ. എന്നാലും അതിനെപ്പറ്റി നല്ലൊരു തീരുമാനം തന്നെയാണ് ഇദ്ദേഹം കണ്ടെത്തിയത്. കുട്ടികൾ എൻ്റെ ഒപ്പമാണ്. അതുപോലെ തന്നെ ഓരോ ടൈം ആകുമ്പോൾ അവളെടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു വെക്കേഷൻ ഇത് കഴിഞ്ഞാൽ അവളൊപ്പം എന്താക്കും, കുട്ടികളുടെ കാര്യത്തിനും കൂടി കുട്ടികളുടെ കാര്യത്തിന് പോലും കൂടി ഞാൻ അവളും തമ്മിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ അവൾ വിളിക്കാതിരിക്കുക, ശത്രുക്കളോ അങ്ങനെയൊന്നുമല്ല. വിളിക്കാറുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. ഒരേപോലെ തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ ഇദ്ദേഹം പറഞ്ഞു കേട്ടോടത്ത് ഇവർക്ക് പിരിയേണ്ട ആവശ്യം ഒന്നുമില്ല. ഇവർ അത്രയും സ്നേഹത്തിലാണ്. ഇവർ വിളിക്കേണ്ടി വന്നാൽ വിളിക്കും, കുട്ടികളെ കാര്യം സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കും. ഇനിയിപ്പം സ്കൂളിൽ വെച്ച് കാണുകയാണെങ്കിൽ അപ്പോൾ സംസാരിക്കും. അതൊക്കെയാണ് ഇവർ പറഞ്ഞത്. അപ്പം ഇവർ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത്ര 3 മാസമോ അങ്ങനെ എന്തോ മാറി നിന്നാണ് പറഞ്ഞത്. അപ്പം അതൊരു എന്നും ഇങ്ങനെ ഒരു ഇത് വേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു ഇവരിപ്പം തൽക്കാലം ഒന്ന് ഇതാക്കുക. ഒരിക്കലും പിരിയേണ്ട യാതൊരു ഇതും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് നല്ല രീതിക്ക് പിരിയാതെ നിൽക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഇങ്ങനത്തെ ഓരോ ഭാഗങ്ങൾ കൊണ്ടുവന്നിടുമ്പം ഓരോരുത്തർക്ക് അഭിപ്രായം പറയാനുണ്ടാകും.